വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റിന് ചാടി കയറി വന്നതാണെങ്കിലും എൻ്റെ ഡുണ്ടുമോള് പെട്ടുപോയത് ഇവിടുത്തെ തണുപ്പടിച്ചപ്പോഴാണ് കേട്ടോ. രാത്രി ഞാൻ ഒരു സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് അവളെ കിടത്തിയത്. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 7-8 ആയപ്പോഴാണ് ഉണർന്നത്. പക്ഷെ രാവിലെ എണീറ്റ് നിന്ന് കിട്ടി 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 കിടാന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി. സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വിറയ്ക്കുന്ന കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടൊന്നും വിറയത് നിൽക്കുന്നില്ല. പിന്നെ ഞാനൊരു 2-3 ബ്ലാങ്കറ്റ് എടുത്ത് പുറത്ത് പുതപ്പിച്ച് ആനയുടെ മടിയിൽ കിടത്തി. അപ്പോഴാണ് അവളുടെ വിറയിലൊന്ന് നിന്നത്. അതുവരെ നന്നായിട്ട് തകർന്ന് വിറയ്ക്കായിരുന്നു. റോട്ട് വീലേഴ്സൊക്കെ പുറത്തെ കൺട്രീസിലൊക്കെ മഞ്ഞിലൊക്കെ കിടന്ന് ഓടിച്ചാടി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിലെ തണുപ്പിൽ റോട്ട് വീലർ വിറയ്ക്കുന്നത് ഞാൻ ഇപ്പം കാണണം. ഇതിനു മുമ്പ് ഞാൻ കണ്ടിരുന്നു. നമ്മൾ മീശപ്പുലിമലയിൽ പോയ സമയത്ത് ഇതുപോലെ വിറയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തണുപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര തണുപ്പായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുള്ള തണുപ്പ്. ഏകദേശം ഒരു 8 മണി സമയമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. എന്നിട്ടും മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തീ പുകയ്ക്കുന്ന സാധനം എടുത്തുകൊണ്ട് വെച്ച് തീ കാഞ്ഞു. കുറച്ചൊക്കെ ഒന്ന് തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഡുണ്ടു ഇവിടെ വന്നിട്ടുള്ള സ്ഥിരം പരിപാടി തുടങ്ങി. രാവിലെ എണീറ്റ് പോയി ടെറസിൽ കയറുന്ന 4 സൈഡുകളിലുള്ള വീടുകളിലുള്ള അടികളെയും പോത്തുകളെയും ഒക്കെ നോക്കുക എന്നുള്ളതാണ് പിന്നെ തന്നെ ഡുണ്ടുവിൻ്റെ പരിപാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കുരങ്ങും വന്നു. അവൾക്ക് കാണാൻ പറ്റിയതിനെ. കുരങ്ങ് ശരിക്കും ഇവിടെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇടവിട്ടാണ് ഇങ്ങനെ വരാറുള്ളത്. ഇതാണ് ഞങ്ങൾ ചെന്ന ദിവസം തന്നെ വന്നതുകൊണ്ട് അവൾക്ക് കാണാൻ പറ്റി. ഇവരൊക്കെ ഇവളെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. നമ്മളിവിടെയുള്ള ഓരോന്നും കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ഡുണ്ടു. അപ്പോൾ എൻ്റെ ഡുണ്ടുവിനെ കണ്ട് അന്തം വിടാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നും കുറേ പിള്ളേർ, ഈ വില്ലേജിലുള്ള കുട്ടികളാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂളാണ്. എന്നിട്ട് അവിടെ വന്നിരുന്ന് ഡുണ്ടുവിനെ വന്ന് കാണലാണ് പരിപാടി. രാവിലെ എണീറ്റ് ഇവളുടെ പേര് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കാരണം പേരും വിളിച്ച് ഇവിടെ വന്ന് നിൽക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും കറിയൊക്കെ വെക്കാമെന്നും പറഞ്ഞ് ടെറസിൽ കുറച്ച് ഇലയൊക്കെ എടുത്ത് കയറി. അപ്പോൾ എനിക്കൊരു പേടി, കുരങ്ങ് വന്നിരിക്കുന്ന കാരണം കുരങ്ങ് കടിക്കുമെന്ന്. ടെറസിൽ പോയിരുന്നപ്പോൾ അവിടെ മൊത്തം കുരങ്ങ്. അപ്പോൾ എനിക്ക് പേടി, കുരങ്ങ് ഇനി ചാടി വന്നിട്ട് കയ്യിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ചാടി വരുന്നൊരു പേടി കാരണം ഞാൻ പിന്നെ അത് എടുത്തുകൊണ്ട് താഴോട്ട് പോയി. ഞാനും ഇങ്ങനെ പോന്നു. നീ ഡുണ്ടു വന്ന് താഴെ നിന്ന് കുരങ്ങിനെ കാണുക. ഇവിടെ നിന്നിട്ട് അടച്ചു മൂടിനകത്ത് നിന്ന് ഇനി ഇല അരിയാന്ന് വിചാരിച്ചു. എനിക്ക് പുറത്ത് നിൽക്കാനൊരു പേടി. ചിലപ്പോൾ ഇവർ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ താഴത്തെ ഇലകളാണല്ലോ കഴിക്കുക. അപ്പോൾ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഓടി വന്നിട്ട് ഇത് പറിക്കാൻ വരും. അപ്പോൾ ആ ഒരു പേടി കാരണം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോന്നു. ഞാനും ഇങ്ങനെ പോന്നു. ഫുള്ള് ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നത് ഫ്രഷായിട്ട്. ഇവിടെ പിന്നെ തണുപ്പും കൂടി ആയതുകൊണ്ട് ഒട്ടും ആടിയിട്ടില്ല. ഇന്നലെ ഈവനിങ് പോയി പറിച്ചുകൊണ്ട് വന്ന സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് ഒട്ടും അത് പോയിട്ടില്ല. കണ്ട വേറൊരു കൺസിസ്റ്റൻസി ഇരിക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ. തണുപ്പുണ്ട്, ഇതിന് നല്ല തണുപ്പുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെച്ചല്ല, പക്ഷേ ഇവിടുത്തെ ഒരു തണുപ്പ് കാരണം നല്ല തണുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് വെച്ചു. തോരനാണോ എന്താണെന്ന് അറിയില്ല, ഇനി അമ്മ വയ്ക്കുള്ളൂ. തോരനാണോ ഇനി ദാൽ കറി ആകുമ്പോൾ എന്തായാലും ഇങ്ങനെ ആവില്ല. തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അരിയുന്നത് കേട്ടോ. ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ അരിയാണ് വളരെ വളരെ ഒത്തിരി കുരുന്നായിട്ട് അരിയുള്ളൂ. എനിക്കാണെങ്കിൽ കുറച്ച് കട്ടിക്ക് കിടക്കുന്നത് ഇഷ്ടം, ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ. അമ്മ ആണെങ്കിൽ ഇങ്ങനെ ഒത്തിരി കുരുന്നാക്കും. കുരാന്ന് ഇത്രയും കൂടെ ഇലയൊക്കെ ഇങ്ങനെ കാണണം, തണ്ട് ഇങ്ങനെ ഇറക്കി കടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ തേങ്ങ ഇല്ലാത്ത കാരണം എൻ്റെ അമ്മ ഒരു തേങ്ങ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി എപ്പോൾ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇലയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കണ്ട. അങ്ങനെ ഭക്ഷണം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് സ്കൂളിൽ പിള്ളേരെ വിട്ടു വീണ്ടും. അപ്പോഴത്തേക്ക് വീണ്ടും കുട്ടികളെല്ലാം കൂടെ വന്ന് മതിലിൻ്റെ മള്ളിയും ഗേറ്റിന് മേലെ മതിലൊക്കെ ചാടി അകത്തും ഒക്കെ വന്നു കഴിഞ്ഞ് ഡുണ്ടുവിനെ കാണാൻ വേണ്ടി ഇവിടെ കിടന്ന് ഭയങ്കര അക്രമം തുടങ്ങി. ഡുണ്ടുവും പോയി നിൽക്കുകയാണ്. അവൾക്ക് മനസ്സിലാവുന്നത് എന്താ സംഭവം. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ സ്കൂളാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക. പേര് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഡുണ്ടു 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 എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കും. ലാസ്റ്റ് അവൾക്ക് ദേഷ്യം വന്നിട്ടാണോ എന്നറിയത്തില്ല. അവളെല്ലാവരും ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു വന്ന കാരണം നമ്മുടെ വണ്ടി സർവീസിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് ആകെ അലമ്പായിരുന്നു. അപ്പോൾ അത് സർവീസിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, എന്നാലും അവരെങ്ങനെയൊക്കെയോ അതൊന്ന് വാഷ് ചെയ്ത് കൊടുത്തൊക്കെ തന്നു. ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മൾ വിചാരിച്ചത് പുതിയ വണ്ടിയായിരിക്കും, ഇവിടെ ആർക്കും അറിയില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. വരുന്ന വഴിയൊക്കെ എല്ലാവരും കൈ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയിൽ കയറി പോകാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡുകളിലൊക്കെ വെച്ച് എല്ലാവരും കൈ കാണിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇവിടെയുള്ള ആൾക്കാർ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണിതെന്നുള്ളത്. ഇവിടുത്തെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. സംക്രാന്തിയുടെ ഭാഗമായിട്ടുള്ള ഈ ഉത്സവം നടക്കുമ്പോൾ അവർ കുറേ സ്വീറ്റ്സ് ഒക്കെ കഴിക്കും. കണ്ടോ, നോർമലി കിട്ടാറുണ്ടെന്നാലും ഇത് കപ്പലണ്ടി മിഠായി പോലത്തെ എന്തോ ഒരു സാധനമാണ് ഇത്. വെള്ള എള്ള് ഇട്ടിട്ടുള്ള അങ്ങനെ എന്തോ ഒരു സ്വീറ്റ്സ് ആണെന്നാണ് പറഞ്ഞത്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ട്. കണ്ടോ, കിറ്റ്കാറ്റ് അതുപോലത്തെ ഷേപ്പ്. ഇത് പിന്നെ നമ്മുടെ അരിയുടെ ലഡു പോലത്തെ ഒരു ഭയങ്കരമായിട്ട് നെയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ്. എള്ളുണ്ടാവണം. അതിൻ്റെ പുറത്ത് ഇങ്ങനെ തന്നെ വെള്ള എള്ള് വെച്ച് ഇങ്ങനെ കവർ ചെയ്യും. ഉള്ളിൽ
എനിക്കറിയില്ല. നല്ല നെയ്യ്, ശർക്കരയാ, നല്ല വെള്ള ടൈപ്പ് ശർക്കര വിത്ത് നെയ്യും. പിന്നുള്ളത് പിന്നെ വേറെ എന്തോ ചെറിയ ചെറിയ സ്വീറ്റ്സ്. ഇത് നമ്മളിങ്ങനെ ഗ്രാം കണക്കിനൊക്കെ വാങ്ങിക്കുന്നത്. അതും എള്ളാണ്, മെയിൻ എല്ലാത്തിൻ്റെ എള്ളാണ്. ഇതിനൊരു റോസിൻ്റെ മണമൊക്കെ ഉണ്ട്, റോസ് വാട്ടറിലൊക്കെ ഇട്ട് ചെയ്യുന്ന പോലെ ഭയങ്കര ഒരു മണമുണ്ട്. പിന്നുള്ളത് നമ്മുടെ ജിലേബിയാണ്, നോർമലി കിട്ടുന്ന ജിലേബി. പിന്നെ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഈ പാട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി പിന്നെ നമുക്ക് കാണിച്ചു തരാം. തണുപ്പിന്റെ കൂടുതൽ കൊണ്ടും പിന്നെ ഡുണ്ടുവിന് ഇവിടുത്തെ മേലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നട്ടുച്ചയ്ക്ക് ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇതാ ഒരു തേനീച്ചയുടെ കൂടെ ഇളകി വരുന്നുണ്ടായിരുന്നു. ഇതെതി കാണുന്നില്ലെന്നും പറഞ്ഞ് നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷെ തേനീച്ചയാണോ കടന്നൽക്കൂട്ടമാണോ എന്ന് അറിയത്തില്ലെന്നുള്ളൂ. കണ്ടോ മീ, കണ്ടോ മീ, ചെറിയ തേനീച്ചകളും. എവിടെ കൊണ്ട് വെക്കാനുള്ള പെർപ്പാടിലാവും ഇപ്പൊ. റാണി പോയിട്ടുണ്ടോ, അതിന്റെ പിന്നാലെ പോവായിരിക്കും. റാണി ഡിസ്റ്റർബ് ചെയ്യണ്ട. ഒത്തിരിയും വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നത് ഇത് ഇവിടെ എല്ലാം എവിടെയെങ്കിലും കൊണ്ടുവെക്കും. വീണ്ടും പോയി അവിടെ തന്നെ വെക്കാൻ അടുത്തടുത്ത്. എണീറ്റ് ചെയ്യാ കുത്തുവമ്മയില്ലല്ലോ. ഇല്ല, കിച്ചനും കണ്ട് കടിച്ചായിരുന്നു മനുഷ്യ, പിടിച്ച് ഊവി റിയാക്ഷൻ ആയി. കിച്ചനും കടിച്ചായിരുന്നു, ചെവിയെല്ലാം കേറി ഇങ്ങനെ മോന്തയൊക്കെ ഇങ്ങനെ വീർ. ഇവളെ പണ്ട് കടിച്ചതാ നമ്മളെ അവിടെ സുമയുടെ വീടിന്റെ മണ്ടയ്ക്ക് മറ്റേ ഇതില്ലേ പെട്ടെന്ന് കുഴലിന്ന് ഒരു നമ്മൾ എന്തോ എടുത്തു മനുഷ്യ, ഒരു ഇഞ്ചക്ഷൻ കണ്ടെടുത്ത് ഞാൻ എവിലും കണ്ടെടുത്തു. എടുത്തെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മമ്മി എന്ന് വിളിച്ച് പറഞ്ഞു. ചേടാച്ചെടി ചെയ്യരുത്, ചേടാച്ചെടി ഇങ്ങനെ നേരത്താണോ ഇനി കൂട് വയ്ക്കുക അകത്തോട്ട് പോവാടി. അങ്ങനത്തെ തേനീച്ചക്കൂട്ടം എല്ലാം കൂടി സ്റ്റെയറിന് അടിയിലുള്ള ഒരു ഭാഗത്ത് വന്ന് കൂട്ടം കൂടിയിരുന്നു തുടങ്ങിയിട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിന് ശേഷമാണ് ഇവർ തേനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അട പോലെ ആവുന്നതെന്നുണ്ട്. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ്. പെട്ടെന്ന് അവിടുന്ന് ഒരു കൂട്ടം ഇങ്ങനെ ഇളകി വന്ന്, ആദ്യം തേനീച്ചക്കൂട്ടം ഇളകി വരിക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. തേനീച്ച ഒരു കൂട്ടമായിട്ട് ഇളകി വന്നിട്ട് നമ്മുടെ ആ സ്റ്റെയറിന് അടിയിൽ വന്നിട്ട് അവരിങ്ങനെ കൂട്ടം കൂടിയിരുന്നു. ഇനി അപ്പം മമ്മി പറഞ്ഞു കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇനി അവിടെ അത് വീണ്ടും നമ്മുടെ നോർമൽ ഒരു തേനീച്ച നമ്മൾ കൂടൊക്കെ കാണുന്ന രീതിയിൽ അവരാക്കിയെടുക്കുക ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ ഡുണ്ടു മോൾക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ തിന്നുന്ന നാട്ടിൽ ചെന്നാലെന്നുള്ള പഴഞ്ചൊല്ല് മാതിരി നമ്മളിവിടെ നോർത്തിൽ വന്ന സ്ഥിതിക്ക് ഇനി ഇപ്പോൾ റൊട്ടിയും പാലും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തി മുറിച്ചിട്ട് അതിൽ പാലൊഴിച്ച് കൊടുക്കായിരുന്നു. നമുക്ക് പണ്ട് ഇവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, കിച്ചു എന്ന് പറഞ്ഞിട്ട്, ഒരു ലാബായിരുന്നു. അവനിപ്പോൾ ഇങ്ങനത്തെ ഫുഡായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇവിടെ വളർന്നത് കാരണം ചോറൊന്നും അല്ല അവന് കൊടുത്തുകൊണ്ടിരുന്നത്. നല്ല കട്ടിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൽ ഇവിടെ നല്ല കൊഴുത്ത പാല് കിട്ടും. അപ്പോൾ ആ പാല് തിളപ്പിച്ച് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇവൾക്കും അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നതിന് ശേഷം അത് തിന്നോന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അവൻ നല്ല സൂപ്പറായിട്ട് തിന്നുന്നുണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ടൊക്കെ കൊടുത്താൽ പോലും ഇത്ര ഉണ്ട് തിന്ന് കണ്ടിട്ടില്ല.